അമ്പടാ, ഇത് ആരടായി കിടക്കുന്നേ? അമ്പേ, പൊന്നച്ചേ, ചക്കരേ, വാ. എന്റെ ദൈവമേ, കടിക്കോ? നമസ്കാരം. കടിക്കോ? ഇല്ല, കടിക്കത്തില്ല. പ്രിയരെ, ഇതാണ് ജയകുമാർ അല്ലേ? എന്റെ പേര് ജയകുമാറാണ്. അപ്പം എന്നെ അഷ്റഫാണ് വിളിച്ച് പറഞ്ഞു കേട്ടോ. അഷ്റഫ് എന്റെ ഒരു സുഹൃത്താണ്, ഞങ്ങളെ ഒരു വേണ്ടപ്പെട്ട ഒരു പയ്യനാണ്. അപ്പൊ നാട്ടിലില്ല? ഞാൻ നാട്ടിലില്ല, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു വെക്കേഷനാണ്, വെക്കേഷനായിട്ട് വന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് വന്നു നാട്ടില്. വളരെ സന്തോഷം. മനോജിനെ എനിക്ക് അറിയാം, ഭയങ്കര ഒരു കലാകാരനാണ്. അങ്ങനൊന്നും പറയണ്ട. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് കേട്ടിട്ടുണ്ട്, അധികം പരിചയമില്ലെങ്കിലും പരിചയപ്പെടാൻ വളരെ സന്തോഷം. എനിക്കൊരു സന്തോഷം എന്താ അറിയോ, എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്റെ വീടിന്റെ അവിടുന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല വീട്, അത്ര അടുത്താണ്. അപ്പൊ ഇങ്ങനൊരു കലാകാരനുള്ളത് ഞാൻ മറ്റൊരാള് പറഞ്ഞ് അറിയേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട് കേട്ടോ. അല്ല, ഞാൻ അങ്ങനെ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല, സ്റ്റേജിൽ അങ്ങനെ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മുടെ ഉള്ളില് ഇങ്ങനെ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന മാത്രമേ ഒരു പരിപാടിയേ ഉള്ളൂ. അതിപ്പോ ഇങ്ങനെ അഷ്റഫിനൊക്കെ അയച്ചു കൊടുത്തപ്പോ അഷ്റഫ് ഇങ്ങനെ മാനുവായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. അപ്പൊ കുഴപ്പമില്ല, ജയകുമാർ പ്രൊഫഷണൽ ഒന്നും അല്ല, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചെറിയ പാട്ട്, കവിത, ചെറിയ 1-2 മിമിക്രി. പക്ഷെ അത് പെർഫെക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഒരു കുഴപ്പമില്ല ജയകുമാറെ കേട്ടോ. നമുക്ക് എന്റെ പ്രേക്ഷകരെ, കലാകാരന്മാരെയും കലയെ സ്നേഹിക്കുന്നവരെയും കല രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജയകുമാറിന്റെ 1-2 ഐറ്റം കേൾക്കാം. ഓക്കെ. ആദ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് കേട്ടോ. ഞാൻ അങ്ങനെ പ്രൊഫഷണലേ അല്ല, ഇതുവരെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരാഗ്രഹം, മനോജൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ എൻകറേജ് ചെയ്യുമ്പോൾ ഒത്തിരി ആഗ്രഹം, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒന്ന് ജസ്റ്റ് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മനോജ് അല്ലേ, മനോജ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ആൾക്കാരെ, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് മനോജ്. ഇതുപോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് നമ്മുടെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എത്രയോ ആൾക്കാർ ഇങ്ങനെ ചാൻസ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും അതിന് മുൻകൈ എടുത്ത മിസ്റ്റർ മനോജിനും മനോജിൻ്റെ ഫാമിലിക്കും എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മുടെ ഈ റയറായിട്ടാണ് ഞാൻ മിമിക്രിയിലായാലും പ്രോഗ്രാമിലും ഈ സേതുലക്ഷ്മി അമ്മ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലെ സേതുലക്ഷ്മി അമ്മയുടെ വോയിസ് ഒന്ന് ശ്രമിക്കുകയാണ്. എൻ്റെ ശബ്ദം ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ്, എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ്. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട, പക്ഷേ ഇടയ്ക്കിതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി, വേറൊന്നിനുമല്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴുമെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാൾ വേണം. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ല, അത്രയേ ഉള്ളൂ. എന്നിട്ടും മോളെനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, എനിക്കെന്റെ ജീവനുള്ളിടത്തെങ്കിലും ഓർത്തിരിക്കാനുള്ളതാ. ഒട്ടുമിക്ക പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട വിദ്യാരമാഷന്റെ ഏറ്റവും നല്ല ഗാനങ്ങളിലൊന്നായ കകാരത്തിൽ ആലപിച്ച ഒരു ഗാനം കൽപ്പാന്ത കാലത്തോളം ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. 4 വരി. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. താങ്ക് യു. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പാട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി ഒരു പ്രൊഫഷണൽ ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ, എങ്കിലും എൻ്റെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് ഞാനിത് ചെയ്തതാണ്.
ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. ഇനി വീണ്ടും ഒരു അവസരത്തിൽ ഞാൻ ശരിക്കും മെച്ചപ്പെടുത്തി നല്ലപോലെ പരിശ്രമിച്ച് ഇനിയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി അടുത്ത പ്രോഗ്രാമുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.